മലയാളികൾക്ക് ചിങ്ങം 1 പുതുവർഷ പുലരിയാണ്. മലയാള മാസ കലണ്ടറിലെ 13-ാം നൂറ്റാണ്ടിനാണ് ഈ ചിങ്ങം പിറന്നതോടെ തുടക്കമായിരിക്കുന്നത്. നാം ഇന്നുപയോഗിക്കുന്ന കലണ്ടറിൻ്റെ വലതുവശം മുകളിൽ കാണുന്ന ME അഥവാ കൊല്ലവർഷമാണ് മലയാളികളുടെ സ്വന്തം കലണ്ടർ. ലോകമെമ്പാടും കലണ്ടറുകൾ തയ്യാറാക്കുക ഒന്നുകിൽ സൂര്യവർഷത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ചാന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയോ ആണ്. എന്നാൽ മലയാളികളുടെ സ്വന്തം കൊല്ലവർഷം സൂര്യചന്ദ്രാധിഷ്ഠിതമാണ്. എന്താണ് കൊല്ലവർഷം? എങ്ങനെയാണ് കൊല്ലവർഷത്തിൻ്റെ പേരിലുള്ള ഈ കലണ്ടർ കേരളത്തിൻ്റെ ദേശീയ കലണ്ടറായി മാറിയത്? മലയാളികളുടെ സ്വന്തം കലണ്ടറിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. കൊല്ലവർഷം തുടങ്ങിയത് സംബന്ധിച്ച് പല കഥകളുമുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തോടെ അംഗീകരിക്കുന്ന ഒരു കാര്യം കൊല്ലത്താണ് ഈ കാലഗണനാ സമ്പ്രദായം ആരംഭിച്ചത് എന്നത് മാത്രമാണ്. ക്രിസ്തുവർഷം 825-ലാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചേര രാജാക്കന്മാരിൽ പ്രബലനായ രാജശേഖര കുലശേഖരൻ്റെ കാലത്താണ് കൊല്ലവർഷ കലണ്ടർ രൂപം കൊണ്ടതെന്ന മറ്റൊരു വാദവുമുണ്ട്. AD 825 ജൂലൈ 25-ന് കൊല്ലം 1-ാം വർഷം ചിങ്ങം 1-ാം തീയതി പിറന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഓഗസ്റ്റ് 15-നാണ് കൊല്ലവർഷപ്പിറവി എന്ന മറ്റൊരഭിപ്രായവും നിലവിലുണ്ട്. AD 12-ാം നൂറ്റാണ്ട് മുതലാണ് കൊല്ലവർഷം കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. AD 1101-ൽ അന്നത്തെ കേരളവും ചോളന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്നാണ് കൊല്ലവർഷം ഉത്ഭവിച്ചതെന്നാണ് ചരിത്രകാരനായ KV കൃഷ്ണയ്യരുടെ അഭിപ്രായം. വേണാട്ടുമൂപ്പനായ രാമൻ തിരുവടിയെ തോൽപ്പിച്ച് കൊല്ലം നഗരം നശിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി കൊല്ലം അഴിന്തുകണ്ടാൻ എന്ന ബഹുമതി ചോളരാജാവായ കുലോത്തുംഗൻ നരലോകവീരനു നൽകി. കൊല്ലം നശിപ്പിച്ചവൻ എന്നാണ് കൊല്ലം അഴിന്തുകണ്ടാൻ എന്ന വാചകത്തിൻ്റെ അർത്ഥം. അങ്ങനെ കൊല്ലം അഴിന്ത ആണ്ട് എന്ന വർഷം തുടങ്ങിയെന്നാണ് കൃഷ്ണയ്യരുടെ നിഗമനം. രാമൻ തിരുവടി ചോളരെ കൊല്ലത്തു നിന്ന് തുരത്തി. ഈ വിജയത്തോടുകൂടി കേരളത്തിന് തനതായൊരു ഭാഷയും സംസ്കാരവും നാമ്പെടുത്തു. അതിൽ നിന്നാണ് കൊല്ലവർഷമെന്ന് മറ്റു ചില പണ്ഡിതരും പറയുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മ ആരംഭിച്ചതാണ് കൊല്ലവർഷമെന്ന മറ്റൊരു വാദവും നിലവിലുണ്ട്. AD 825-ൽ ഉദയമാർത്താണ്ഡവർമ്മ കുറേയേറെ പണ്ഡിതരെ കൊല്ലത്ത് ക്ഷണിച്ചു വരുത്തിയത്രേ. ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സദസ്സിലുണ്ടായിരുന്നവരുമായി കൂടിയാലോചന നടത്തി. അവർ സൂര്യൻ്റെ ഗതി നോക്കി ഗണിച്ച് ഒരു പുതിയ വർഷം ആരംഭിച്ചുവെന്നും അതാണ് കൊല്ലവർഷമെന്നുമാണ് ഈ കൂട്ടരുടെ വാദം. ശ്രീ ശങ്കരാചാര്യർ അദ്വൈതമതം സ്ഥാപിച്ചതിനെ അനുസ്മരിക്കാനാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നും ചില ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഉത്തരഭാരതത്തിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ നിലനിന്നിരുന്ന സപ്തർഷി വർഷത്തിൽ നിന്നാണ് കൊല്ലവർഷത്തിൻ്റെ തുടക്കമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിനാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളത്. സപ്തർഷി വർഷം കൊല്ലവർഷമായി തീർന്നു എന്നാണ് വാദം. കാശ്മീരിലും മറ്റും കാലഗണനയ്ക്ക് ഉപയോഗിച്ചിരുന്നതാണ് സപ്തർഷി വർഷം. ഇത് ആര്യന്മാർ വഴി കേരളത്തിലേക്ക് വന്നു എന്നാണ് കരുതുന്നത്. 100 കൊല്ലത്തെ ആവൃത്തികളായാണ് സപ്തർഷി വർഷം. ബ്രാഹ്മണർ കൊല്ലത്ത് വന്നപ്പോൾ സപ്തർഷി വർഷത്തിൻ്റെ 10ാമത്തെ ആവൃത്തിക്ക് ആരംഭിച്ചതാണ് കൊല്ലവർഷമെന്നും പറയപ്പെടുന്നു. 1834 വരെ തിരുവിതാംകൂറിലെ സർക്കാർ രേഖകളിൽ കൊല്ലവർഷമാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് ഭരണം മാറിയതോടെ അത് ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറി. വേണാട് രാജ്യത്തെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പിള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ. കൊല്ലവർഷം 149 എന്നാണ് മാമ്പിള്ളി ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലവർഷം 149-ലെ മാമ്പള്ളി ചെമ്പുപട്ടയം തുടങ്ങുന്നത് കൊല്ലം തോന്റി 149-ാമത് തുലാത്തിൽ എന്നാണ്. തുടർന്ന് വേണാട് രാജാക്കന്മാരുടെ പല ശാസനങ്ങളിലും കൊല്ലം തോന്റി എന്ന് കാണുന്നു. കൊല്ലം തോന്റി എന്നാൽ കൊല്ലം ഉണ്ടായി എന്നാണ് അർത്ഥം. കൊല്ലം നഗരത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിൽ കൊല്ലം തോന്റി എന്ന് രേഖപ്പെടുത്തിയ ശിലാഫലകവും കാണാം. കൊല്ലവർഷം ആരംഭിച്ചതിൻ്റെ സ്മാരകശിലയാണ് ഇതെന്നും ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലത്ത് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചതിൽ നിന്നാണ് കൊല്ലവർഷത്തിൻ്റെ ആരംഭമെന്ന് ഗുണ്ടർട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതായി ശ്രീധരമേനോൻ പറയുന്നു. രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാഫലകവുമായി അതിന് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും
ചരിത്രകാരന്മാർ തള്ളിക്കളയുന്നില്ല. ഐക്യരൂപമുള്ള ഒരു വർഷഗണനാ പദ്ധതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു കലണ്ടറിന് രൂപം കൊടുത്ത ദേശം അഥവാ അതിന് നിമിത്തമായ ദേശമാണ് കൊല്ലം. ക്രിസ്തുവർഷത്തിലേതുപോലെ തന്നെ 12 മാസങ്ങളും ഞായർ മുതൽ ശനി വരെ 7 ദിവസങ്ങളും തന്നെയാണ് കൊല്ലവർഷത്തിലും ഉള്ളത്. ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന 12 മാസങ്ങളാണ് ഒരു കൊല്ലവർഷം. സൂര്യൻ സഞ്ചരിക്കുന്ന 12 രാശികളായ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം എന്നിവയാണ് മലയാള മാസത്തിലെ 12 മാസങ്ങൾ. ക്രിസ്തുവർഷത്തിൽ മാസങ്ങളിൽ ദിവസങ്ങളുടെ എണ്ണം സ്ഥിരമാണ്. അധിവർഷത്തിലെ ഫെബ്രുവരി മാത്രമാണ് ഇതിനൊരു അപവാദം. എന്നാൽ കൊല്ലവർഷത്തിൽ ദിവസങ്ങളുടെ എണ്ണം മിക്കവാറും വ്യത്യസ്തമായിരിക്കും. സൂര്യൻ്റെ ഗതിയെ അടിസ്ഥാനമാക്കിയാണ് കൊല്ലവർഷം ഗണിക്കപ്പെടുന്നത് എന്നതാണ് ഇതിനു കാരണം. സൂര്യനെ പോലെ ചന്ദ്രനും രാശിചക്രത്തെ വലം വെക്കാറുണ്ട്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ രാശിചക്രത്തിലൂടെയുള്ള സഞ്ചാരം പൂർത്തിയാക്കുന്നത്. ചന്ദ്രൻ ഓരോ നാളുകളിലൂടെയും സഞ്ചരിക്കുന്ന സമയത്തിനെ ആ നാൾ അഥവാ നക്ഷത്രം എന്ന് പറയുന്നു. ഒരാളുടെ ജനനസമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം അയാളുടെ ജന്മനക്ഷത്രമാണ്. ജ്യോതിശാസ്ത്രമനുസരിച്ച് വളരെ ഉചിതമായ കാലഗണനയാണ് കൊല്ലവർഷം. തിഥി അഥവാ തീയതി, വാരം അഥവാ ആഴ്ച, നക്ഷത്രം അഥവാ നാൾ, യോഗം, കരണം എന്നീ 5 അംഗങ്ങൾ ചേർന്ന പഞ്ചാംഗം തയ്യാറാക്കുന്നത് കൊല്ലവർഷ ഗണനയിലാണ്.